കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നതിനിടെ മാർഗനിർദ്ദേശങ്ങളുമായി സംസ്ഥാന സർക്കാർ. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ കോവിഡ് പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം. ആശുപത്രികളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ ജീവനക്കാരും നിർബന്ധമായും മാസ്ക് ധരിക്കണം. സന്ദർശകർക്ക് നിയന്ത്രണവും വേണം. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വി അരുണാണ് ആദ്യം നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, 3 വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിന്. എത്രത്തോളം ആശങ്കാജനകമാണ്, എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്? 2021 അവസാനം ഈ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കിയത്. ഇപ്പോൾ ഇന്നലെ സർക്കുലറായിട്ട് ഈ വിഷയം കോവിഡ് പൊതുനിർദ്ദേശം സംബന്ധിച്ച ഒരു സർക്കുലർ, നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതുപോലുള്ള സർക്കുലർ പുറത്തിറക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് ഇപ്പോഴും കേരളം. കേരളത്തിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ, ഇന്നത്തെ കണക്ക് 1400 പരം കോവിഡ് രോഗികളാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് സർവേലൻസ് നിരീക്ഷണം ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗവും കഫ് ഹൈജീനും ഹാൻഡ് വാഷിംഗ് തുടങ്ങിയ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണ്. അതായത് ഇത്രയും ദിവസം ഈ ആരോഗ്യ നിർദ്ദേശങ്ങൾ, ജാഗ്രതാ അറിയിപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നത്, ആശുപത്രികളിൽ പോകുന്നവർ മാസ്ക് ധരിക്കണം, കൂട്ടിരിപ്പുകാർ മാസ്ക് ഉപയോഗിക്കണം, രോഗലക്ഷണങ്ങളുള്ളവർ, പനിയോ ചുമയോ ജലദോഷമുള്ളവർ മാസ്ക് ഉപയോഗിക്കണം, ഗർഭിണികളും ഗുരുതര രോഗബാധിതരും മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയുള്ള ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നത്, പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. കോവിഡ് കാലത്തൊക്കെ കണ്ടും കേട്ടും പരിചയിച്ച ഒരു കാര്യമാണത്. അത് വീണ്ടും ശക്തമാക്കാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. രോഗലക്ഷണമുള്ള ആരോഗ്യ ജീവനക്കാർ COVID-19 ടെസ്റ്റ് നടത്തണം. രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരെയും COVID-19 ടെസ്റ്റ് വിധേയമാക്കണം. ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെയും സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കണം. ആശുപത്രികളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാ ആരോഗ്യ ജീവനക്കാരും നിർബന്ധമായും മാസ്ക് ധരിക്കണം. COVID-19 ഇൻഫ്ലുവൻസ രോഗികളെ ആശുപത്രിയിൽ പ്രത്യേക വാർഡുകളിലോ മുറികളിലോ പാർപ്പിക്കണം തുടങ്ങി കണ്ടെയ്ൻമെന്റ് അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. രോഗലക്ഷണമുള്ളവർക്ക് മുഴുവൻ പേരും RT-PCR ടെസ്റ്റ്, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ RT-PCR ടെസ്റ്റോ ചെയ്യേണ്ടതാണ് നിർദ്ദേശം. അതായത് രോഗലക്ഷണങ്ങളുടെ ആശുപത്രി പ്രവേശിപ്പിക്കപ്പെട്ടുള്ള എല്ലാവർക്കും COVID-19 ടെസ്റ്റ് ചെയ്യണം. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ആദ്യം ചെയ്യണം. അത് നെഗറ്റീവ് ആണെങ്കിൽ RT-PCR ടെസ്റ്റ് ചെയ്യണം എന്ന് തന്നെ കൃത്യമായി പറയുകയാണ്. സർക്കാർ ആശുപത്രികളിൽ ഇന്നു മുതൽ ഈ കോവിഡ് പരിശോധന നിർബന്ധമാക്കുകയാണ്, ശക്തമാക്കുകയാണ്. നേരത്തെ സ്വകാര്യ ആശുപത്രി നേരത്തെ തന്നെ ഇത് പരിശോധന തുടങ്ങിയിരുന്നു. അതായത് ഈ കോവിഡ് മറ്റ് രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുമ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ അവർ ഈ കോവിഡ് ടെസ്റ്റ് നടത്തിയിരുന്നു. അതാണ് സംസ്ഥാനത്തെ കോവിഡ് എണ്ണം ഈ രീതിയിൽ ഉയരാൻ കാരണമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആശുപത്രികളും ആ രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. അതോടുകൂടി സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ വലിയൊരു വർധന ഉണ്ടായാലും അതിശയിക്കാനില്ല എന്നാണ് ആരോഗ്യവകുപ്പ്. ആശ്വാസമുള്ളത്, ഈ കോവിഡിന്റെ വകഭേദം അത്ര തീവ്രമല്ല, ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന ഒന്നല്ല. പക്ഷേ ഗുരുതര രോഗമുള്ളവർ, ഗർഭിണികൾ എന്നുള്ളവർ തുടങ്ങിയവർക്ക് നേരത്തെ പോലെ ഇപ്പോഴും ജാഗ്രതയോടെ തന്നെ അവരെ നിരീക്ഷിക്കണം. കാരണം ഈ വർഷം ഇതുവരെ 8 കോവിഡ് മരണങ്ങൾ സംസ്ഥാനത്ത് ഈ മെയ് അവസാനം വരെ ഉണ്ടായിട്ടുമുണ്ട്. അതെ അരുൺ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ശ്രീ സുൽഫി നൂഹ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുൽഫി നൂഹ്, സംസ്ഥാനത്ത് കോവിഡ് ഇപ്പോൾ ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുതിയ വകഭേദമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. രോഗ തീവ്രത കുറവാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ, താങ്കൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും എത്രത്തോളം ആശങ്കാജനകമായ ഒരു സാഹചര്യമാണിത്? കോവിഡിനെ കുറിച്ചൊരു അതിയായ ആശങ്കയുടെ ആവശ്യമില്ല. ദിസ് ഇസ് എ റുട്ടീൻ സർക്കുലർ. ഇത്തരം കാര്യങ്ങളിൽ ഔട്ട് ബ്രേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഒരു റുട്ടീൻ കാര്യമാണ്. ഒരു റെഡ് അലേർട്ടിന്റെയോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള എമർജൻസി ആയിട്ടുള്ള വളരെ അതീവ ഗുരുതരമായ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും കോവിഡിന് ഇല്ല. ഒരുപക്ഷെ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സ്ഥിതിവിശേഷ അതീവ ഗുരുതരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വളരെ എമർജൻസി ആക്ഷൻ ആവശ്യമുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ വളരെ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം, ഈ ഇപ്പോഴത്തെ വകഭേദത്തിന്റെ ഒരു നമ്മൾ മുമ്പ് തന്നെ ആദ്യകാലങ്ങൾ മുതൽ തന്നെ കോവിഡ് വന്ന പാൻഡമിക്കിന്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പാൻഡമിക്കുകളും പോലെ ഈ പാൻഡമിക് വളരെ അതിശക്തമായ തീവ്രമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയതിനു ശേഷം കടലിൽ നിന്ന് തിരമാലകൾ ഉള്ളിലേക്ക് നമ്മുടെ തീരത്തേക്ക് എത്തുന്നത് പോലെ ചെറിയ ചെറിയ വേവ്സ് ഓഫ് ഒരു സൈക്ലിക്കൽ ട്രെൻഡ് വർഷങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൈക്ലിക്കൽ ട്രെൻഡിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു
ഒരു ഒരു ആഫ്റ്റർ എൻഡ് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ തീർച്ചയായും ഈ പറഞ്ഞ മാതിരി ഗർഭിണികളായ ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ് ഉള്ള മറ്റ് വ്യക്തികൾ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർ, മാലിഗ്നൻസി, ക്യാൻസർ കഴിഞ്ഞിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ, അത്തരം ആൾക്കാരിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരുപക്ഷെ ഇതൊരു ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവരെയും ഈ കോവിഡ് ടെസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യുന്നിടത്ത് കൂടുതൽ ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് കേരളത്തിലെ കണക്കുകൾ അല്പം കൂടുതൽ കാണിക്കുന്നത് തന്നെ. അതിനർത്ഥം ഇത് പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. രോഗലക്ഷണമുള്ളവരെ തീർച്ചയായിട്ടും ഫസ്റ്റ് ഇത് വളരെ ഹൈലി ഒരു ഇൻഫെക്ടിവിറ്റി ഉള്ളതാണ്, പെട്ടെന്ന് പടരും. പക്ഷെ മരണനിരക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തീരെ കുറവായതുകൊണ്ട് തന്നെ രോഗലക്ഷണമുള്ളവർ, അതായത് ശരീരവേദന, പനി, മൂക്കൊലിപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഈവൻ ഇഫ് അത് കോവിഡ് അല്ലെങ്കിൽ പോലും മറ്റുള്ള ആൾക്കാരിലേക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ തന്നെ ഇരിക്കുക. ഒരു ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ടും അത് തുടരുകയാണെങ്കിൽ ഡോക്ടറെ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ എല്ലാവരും ടെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് പുതിയ മാർഗനിർദ്ദേശം, അല്ലേ? എല്ലാ ലക്ഷണമുള്ള ആൾക്കാരെയും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷത്തിൽ നിലവിലില്ല. അത് ഡോക്ടറുടെ തീർച്ചയായിട്ടും രോഗലക്ഷണമുള്ള ആൾക്കാരെ ഡോക്ടറെ കാണിക്കുക. ഡോക്ടറുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അത് വിടുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ് ഉള്ള ആൾക്കാരിലും മറ്റ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പുതിയ വകഭേദം എന്ന് പറയുന്നത് കോവിഡിന് എപ്പോഴും പുതിയ പുതിയ വകഭേദങ്ങൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു സിഗ്നിഫിക്കന്റ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിഗ്നിഫിക്കന്റ് ഒരു വകഭേദമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു സാധാരണ ഉണ്ടാകുന്ന ഒരു വകഭേദത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഡോക്ടർ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. നമുക്കറിയാം നേരത്തെ ഉണ്ടായിട്ടുള്ള കോവിഡ് പാൻഡമിക് മാനസികമായും ശാരീരികമായും ആളുകളെ എത്രത്തോളം തളർത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആ സമയത്ത് തന്നെ 3ഉം 4ഉം തവണയൊക്കെ കോവിഡ് വന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഇനിയും ഒരു കോവിഡ് കൂടി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ സങ്കീർണമാക്കുമോ, സാഹചര്യം ആരോഗ്യത്തെ ബാധിക്കുമോ എന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ആ കാര്യത്തിൽ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ മിക്കവാറും എല്ലാവരും ഓൾമോസ്റ്റ് എവ്രി വൺ ഹാസ് ടേക്കൺ ദ വാക്സിനേഷൻ. അപ്പോൾ വാക്സിനേഷന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. രണ്ട്, നമുക്ക് നമ്മളെ ഇൻഫെക്ഷൻ വന്നു പോയതോടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് തന്നെ സ്വാഭാവികമായ ഒരു രോഗപ്രതിരോധമുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അല്ലാതെ തന്നെയുള്ള പ്രൊട്ടക്ഷനും കൂടെ ചേർന്നിട്ട്, അതായത് ഇമ്മ്യൂണിറ്റിയും കൂടെ ചേർന്നിട്ട് നമുക്ക് ഈ കോവിഡിനെ അതിരൂക്ഷമായ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത, ഇൻഫാക്ട് മുമ്പ് വന്നു പോയവർക്ക് വീണ്ടും വരാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വീണ്ടും ഒരുപക്ഷെ ഡെങ്കിപ്പനിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രോഗവുമായിട്ടോ ചേർന്ന് നിന്നുകൊണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് കോവിഡ് വന്നു പോയവർക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രോബബിലിറ്റി കുറഞ്ഞു തന്നെ നിൽക്കാനാണ് സാധ്യത. അവർക്ക് കൂടുതൽ തീവ്രമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് ഇതുവരെ തെളിവുകളൊന്നും ഇല്ല. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ സുൽഫി നൂഹ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. ഞാൻ അരുണിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അരുൺ, ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. രോഗ തീവ്രത കുറവാണ്, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മറ്റ് രോഗങ്ങൾ വളരെ ഗുരുതരമായുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. എങ്കിൽ പോലും കേരളത്തിൽ ഇത്തരത്തിൽ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് ലോജിക്കലി നോക്കുമ്പോൾ ടെസ്റ്റുകൾ കൂടുതലായി കേരളത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ കണക്കുകൾ വർദ്ധിച്ചതായി നമുക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും ഈ ആശങ്ക ഇവിടെ നിലനിൽക്കുകയാണ്. പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനമായും പറയുന്ന മുൻകരുതലുകൾ അത് ഏത് തരത്തിലൊക്കെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ആര്യ, തീർച്ചയായിട്ടും ഈ രോഗ പരിശോധന ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്രയധികം കണക്കുകൾ ഉള്ളതെന്ന് വ്യക്തമാണ്. അത് വസ്തുതയുമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഈ രോഗബാധിതരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ കൂടുതൽ. ആദ്യം കോവിഡ് ബാധിക്കുമ്പോൾ അത് തന്നെയായിരുന്നു സംസ്ഥാനത്തെ സാഹചര്യം. രാജ്യത്തെ മറ്റു പലയിടങ്ങളിലും ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ ആളുകൾ വിമുഖത കാണിക്കുമ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായ കോവിഡ് ടെസ്റ്റ് നടന്നിരുന്നു. അതിൽ തന്നെ വളരെ കൃത്യമായ പരിശോധന ചികിത്സ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ നമ്പർ ആദ്യം കൂടിയത്. ഇപ്പോൾ പ്രധാനമായും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് കോവിഡ്-19 ഇൻഫ്ലുവൻസ രോഗലക്ഷണമുള്ളവരെ ചികിത്സിക്കുമ്പോൾ ജൂൺ മാസത്തിൽ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം 2023 ജൂൺ മാസത്തിൽ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ആ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വേണം ചികിത്സ വേണം. അതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കോവിഡ്-19 ഇൻഫ്ലുവൻസ രോഗലക്ഷണങ്ങളുള്ളവർക്ക് അപായ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളിൽ പല രോഗലക്ഷണങ്ങളും വരാം. അതുപോലെ മുതിർന്നവർക്കും പ്രത്യേക രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. അതൊക്കെ കൃത്യമായി പരിശോധിക്കണം. രോഗം ഗുരുതരമാൻ സാധ്യതയുള്ളവർ, ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിർബന്ധമല്ല, ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമാണ് പറയുന്നത്. രോഗലക്ഷണങ്ങളോടെ ആശുപത്രി പ്രവേശിക്കപ്പെട്ട എല്ലാവർക്കും കോവിഡ്-19 ടെസ്റ്റ് ചെയ്യണം.
റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് കളയുകയല്ല, വീണ്ടും RT-PCR ടെസ്റ്റിലേക്ക് പോകണം. കൃത്യമായൊരു വിലയിരുത്തൽ അതിലുണ്ടാകണം. അതുകൊണ്ടാണ് RT-PCR ടെസ്റ്റിലേക്ക് പോകേണ്ടത്. ജലദോഷത്തിലുണ്ടായതിന, ചുമ തുടങ്ങി ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ളവർ ക്യാമ്പുകളിലുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നിർബന്ധമായും അവർ അവിടെ മാസ്ക് ധരിക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകൾ, മഴക്കാലമാണ്, സംസ്ഥാനത്ത് ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഈ മാസ്ക് ധരിക്കണം. കോവിഡ് ബാധിച്ചാൽ ഗുരുതരമാകാനുള്ള വിഭാഗക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത്തരം രോഗികളെ ആശുപത്രികൾ പ്രത്യേക വാർഡുകളിലോ മുറികളിലോ പാർപ്പിക്കണം. ആശുപത്രി നിർബന്ധമായും രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാ ആരോഗ്യ ജീവനക്കാരും മാസ്ക് ധരിക്കണം. കൂട്ടിരിപ്പാട് സന്ദർശനം ആശുപത്രിയിൽ നിയന്ത്രിക്കണം. രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരെ COVID-19 ടെസ്റ്റിന് വിധേയമാക്കണം. ആരോഗ്യ ജീവനക്കാരും COVID-19 ടെസ്റ്റ് നടത്തേണ്ടതാണ്. COVID-19 ടെസ്റ്റ് എല്ലാ ജില്ലകളിലെ RT-PCR സമയത്ത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശവുമുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതുപോലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ പ്രോട്ടോകോളിന്റെ ഭാഗമായി ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. പ്രധാനമായും അരുൺ, ഈ മാസ്ക് ധരിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മുൻകരുതൽ. അരുൺ തന്നെ ഫ്രെയിമിൽ ഇപ്പോൾ എത്തിയപ്പോൾ പൊതുസ്ഥലത്ത് നിൽക്കുകയാണ്, മാസ്ക് ധരിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിൽ അരുൺ ചെയ്തതുപോലെ തന്നെ എല്ലാവരും മാതൃകയാക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാവരും പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്തുമൊക്കെ മാസ്ക് ധരിക്കുക, അനാവശ്യമായ ആശുപത്രികളിൽ മറ്റും പോകാതിരിക്കുക, ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാഥമികമായും ചെയ്യാൻ കഴിയുന്നത്. അരുൺ, ഇത്തരത്തിൽ കോവിഡ് ഒരു സാഹചര്യം, ഗുരുതരമായ സാഹചര്യത്തെ ഒരു പക്ഷേ നമ്മൾ നേരിടേണ്ടി വന്നാൽ ആ സാഹചര്യത്തെ നേരിടാൻ എത്രത്തോളം ക്ഷമതയുണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് എന്നുള്ളത് മുൻകാലങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ആഴത്തിലല്ല ചോദിക്കുന്നത്, പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ ആശുപത്രികളൊക്കെ എത്രത്തോളം സജ്ജമാണ് ഈ ഒരു സാഹചര്യം നേരിടാൻ? തീർച്ചയായിട്ടും